ഹലോ ഗൈസ്, ഇന്നേ എൻ്റെ ഒപ്പം സുമേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുള്ളത് പാലക്കാട് നിന്ന്. പുള്ളിയുടെ അടുത്ത് പുള്ളി ബസ്സും ട്രക്കൊക്കെ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞാൻ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതറിയാനായിട്ട് പറ്റും. ചേട്ടൻ എത്ര നാളായിട്ട് വണ്ടി ഓടിക്കുകയാണ് നാട്ടിൽ? ഞാൻ 18 വർഷമായിട്ട്. 18 കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ പോളണ്ടിൽ വന്നിട്ട് എത്ര നാളായി? പോളണ്ട് വന്നിട്ട് ഞാൻ 11 മാസമായി. 11 മാസമായി. ട്രക്കും ബസ്സൊക്കെ ഓടിക്കുമായിരുന്നു? ട്രക്ക് ഓടിച്ചു, അത് കഴിഞ്ഞ് ഇപ്പോൾ ബസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. ബസ്സിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ട്രക്കിൽ മാസം എത്ര രൂപ ഏൺ ചെയ്യാനായിട്ട് പറ്റും? ട്രക്കിൽ മാക്സിമം നമ്മളൊരു മാസം ഫുള്ളായി ഓടുകയാണെങ്കിൽ നമുക്കൊരു 2.5 ലക്ഷം രൂപ മേലെ വരും ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് ഫൈനുകളൊക്കെ വരും. ചിലപ്പോൾ ക്യാമറ അടിക്കാം, ചിലപ്പോൾ നമുക്ക് എന്താ പറയുക 3.5 റൂട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫൈനുകൾ കിട്ടും. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസുകളുണ്ട്. ഈ ഫൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപയൊക്കെ വരും? നമുക്ക് യൂറോ കണക്കാണ് വരിക. 220 യൂറോ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു എന്താ പറയുക 10-15,000 റുപ്യൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ഫൈൻ. ഓക്കെ. അപ്പോൾ ഇനി ഈ ബസ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ബസ്സിലിപ്പോൾ എനിക്ക് ഇവിടുത്തെ TRC കഴിഞ്ഞു. TRC എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വിസ അടിച്ച് കിട്ടും. അത് കഴിഞ്ഞതുകൊണ്ട് ഇനി TRCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. TRC എന്ന് വെച്ചാൽ ടെമ്പററി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. താൽക്കാലികമായിട്ട് പോളണ്ടിൽ നിൽക്കാനുള്ള ഒരു ഇത്. അത് കിട്ടണമെങ്കിൽ ഇനി എനിക്കിപ്പോൾ ഒരു 4 മാസം വെയിറ്റ് ചെയ്യണം. ആ 4 മാസം വരയ്ക്കും നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ബസ്സിലേക്ക് കയറി. ഇപ്പോൾ ബസ്സിൽ ഓടാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. അതായത് ടെമ്പററി റെസിഡൻസ് കഴിഞ്ഞുകൊണ്ടാണ് ബസ്സിലോട്ട് കയറിയത്. അതായത് ട്രക്ക് നമുക്ക് പോളണ്ട് വിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബസ്സിലോട്ട് കയറിയത്. ബസ്സിൽ ഓടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ലൈസൻസാണ് വേണ്ടേ? ബസ്സിൽ ഓടിക്കണമെങ്കിൽ ഇവിടുത്തെ D സർട്ടിഫിക്കറ്റ് എന്ന് പറയും. D സർട്ടിഫിക്കറ്റ്. നാട്ടിൽ ലൈസൻസ് ആവശ്യമുണ്ടോ? ഇവിടെ കോഡ് 95 എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അത് 2009 മേലെയുള്ള ലൈസൻസ് ആണെങ്കിൽ അത് ആവശ്യമില്ല, ഒരാഴ്ച ക്ലാസ് മാത്രം മതി. അപ്പോൾ അത് B കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് നമുക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും ആണോ? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഉണ്ടാവും. സേഫ്റ്റി ക്ലാസ് പോലെ ഇതൊരു ക്ലാസ് ആണ്. കോഡ് 95 അറ്റൻഡ് ചെയ്യുന്നത് ടാക്കോ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്യാനാണ്. അതിനെപ്പറ്റി പഠിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ഇവിടുത്തെ CMR എഴുതുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ക്ലാസ് ആണ്, അല്ലാണ്ട് നമുക്ക് ക്ലാസ്സാണ്. ഓക്കെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ 7-ാം ദിവസം നമുക്ക് ട്രക്ക് ട്രെയിനിങ്, റിവേഴ്സ് എടുക്കലും ഫോർവേഡ് എടുക്കലും അതേപോലെ വണ്ടി റോഡിൽ ഓടിച്ച് കാണിച്ചു കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫൈനലി നമുക്ക് പ്രാക്ടിക്കലും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് ബസ് ഓടിക്കാനായിട്ട് എന്തൊക്കെ വേണം? കോഡ് 95ൻ്റെ ആവശ്യമുണ്ടോ? കോഡ് 95 D കാറ്റഗറി വേണം. അതും ബസ് ഓടിക്കാൻ വേണം. 2009 ശേഷം മുന്നിലുള്ളവർക്കാണ് ഇപ്പം ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഉള്ളത്. 2009 ശേഷമുള്ള 2011 മുതൽ 15 വരെ ഇനി ഇങ്ങോട്ടേക്കുള്ള ലൈസൻസ് ഒക്കെ ആണെങ്കിൽ 41 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 2009 കഴിഞ്ഞിട്ട് വന്ന ലൈസൻസിന് 41 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ ബസ്സിൽ വന്ന സമയത്ത് നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതെല്ലാം നമുക്ക് അക്കൗണ്ടിലൂടെ അവർ പിടിച്ചോളും. നമ്മളിപ്പോൾ ബേസിക്കലി പറഞ്ഞാലേ ഒരാൾ വണ്ടി കയറുമ്പോൾ സ്റ്റേറ്റ്മെന്റ് തരും. ഇന്ന കാരണത്തിനാൽ നമ്മൾ നിങ്ങൾക്ക് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരും. പിന്നെ അതേപോലെ കസ്റ്റമറിനോട് ബിഹേവ് ചെയ്യുന്ന രീതി ശരിയല്ല. ഒരു കസ്റ്റമർ നമ്മൾ കയറുന്ന സമയത്ത് ഫസ്റ്റ് അയാളെ വിഷ് ചെയ്തില്ലെങ്കിൽ പോലും ഫൈനാണ്. പിന്നെ ബ്രേക്ക് ഇത്ര ചവിട്ടി കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് ബസ്സിലെന്ന് പറയുമ്പോൾ ഒരുപാട് കെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് അവരിനെ ഇറക്കാനും കയറാനുമുള്ള ഒരു സൗകര്യം നമ്മൾ നമ്മുടെ വണ്ടിയിൽ അതിനകത്തൊരു പലക പോലെ ഒരു സംഭവമുണ്ട്, അത് ഇട്ട് കൊടുക്കണം. അതേപോലെ അവരിനെ കയറ്റി വണ്ടിയിൽ സേഫായി ഇരുത്തിയ ശേഷം നമ്മളത് മടക്കി വെച്ച ശേഷം നമ്മൾ ഡ്രൈവിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളായി ചെയ്തു കൊടുക്കണം. പിന്നെ ഇതെല്ലാം ഉപരി നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും കട്ടിങ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാരുടെ അടുത്തിട്ട് എന്താണ് പറയാനുള്ളത്? ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാരിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് എന്ന് പറയുന്നത് നല്ല രാജ്യമാണ്, നല്ല സാലറിയാണ്, നല്ല ബെനിഫിറ്റാണ്. പക്ഷേ നമ്മളുടെ കയ്യിൽ അതിനുള്ള എല്ലാവിധ രേഖകളും വേണം. അങ്ങനെ ഒരു ട്രക്ക് ഡ്രൈവറൊക്കെ ആയിട്ട് വന്ന ഒരാളോട് എന്താ പറയാനുള്ളത്? ഇവിടെ സാധ്യതകൾ? ട്രക്ക് ഡ്രൈവറായിട്ട് വരുന്നവർക്ക് മെയിനായിട്ട് പറയാനുള്ളത് 2009 ശേഷമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ 41 ദിവസം
ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി അതിന്ന് കോഡ് 95 സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് പ്രാക്ടിക്കലും ഉണ്ട്. പ്രാക്ടിക്കലും ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ടാക്കോ കാർഡ് അവൈൽ ചെയ്യുന്നു. ഓക്കെ. അപ്പം നമുക്ക് ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞാലും ഡയറക്റ്റ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് ആയിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ? അതിന് നമുക്ക് 1 മാസം ട്രെയിനിങ് തരും. 1 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിലോട്ടൊക്കെ കയറാം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാക്സിമം ഇതിൽ നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും ഓടിക്കുക, നാവിഗേഷൻ വെച്ചിട്ടായിരിക്കും ഓടിക്കുക. നാവിഗേഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം മെയിനായിട്ട്. അതായത് റോഡ് മാറിപ്പോയി ഒരു എക്സിറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിലോമീറ്റർ കണക്കിന് ഓടിയ ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും, തിരിച്ച് കയറാൻ പറ്റുള്ളൂ. അതിനൊക്കെ നല്ല രീതിയിൽ ഫൈനും വരും. ചെറിയ റോഡിലൊക്കെ വണ്ടി പോയിട്ടേ ചില ആൾക്കാരുടെ വണ്ടി അവിടെ ബ്ലോക്കായി പോയിട്ടുണ്ട്. കാരണം മേളിക്കടെ പാലമൊക്കെ വരുന്ന സമയത്ത് ഇതിന് പോകാനുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലീസുകാരനെ വിളിക്കണം. അവരതിനുള്ള വഴികൾ പറഞ്ഞു തരും. അതിനനുസരിച്ച് നമുക്ക് ചാർജും ഫൈനും വരും. അപ്പം നമ്മുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന സുമേഷ് ചേട്ടന് വളരെ താങ്ക്സ്. സുമേഷ് ചേട്ടൻ അപ്പോൾ കാർഡൊക്കെ കിട്ടട്ടെ, എല്ലാം സെറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നാൽ ശരി, എന്നാൽ താങ്ക്സ്.